ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം രോഹിത്തച്ചു. അപ്പോൾ ഞാനിന്നിപ്പോൾ പോകുന്നത് മൂകാംബികയിലാട്ടോ. അപ്പോൾ റെയിൽവേയിൽ എത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ളത്. വീട്ടിൽ നിന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി. രാത്രി എന്നെക്കൊണ്ട് ഞങ്ങൾ രാത്രി 12 മണിന് ട്രെയിൻ കയറിയിട്ട് ഞങ്ങൾ അവിടെ എത്തുന്നത് 7-7:30ക്കാണ് ഞങ്ങൾ എത്തുന്നത്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചതായിരുന്നു. എടുക്കണമെന്ന് വെച്ചില്ലായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ യൂട്യൂബ് ചാനൽ എൻ്റെ ഇടാനല്ലോ കുറേ ആയല്ലോ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ചേ ഉള്ളൂ, ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അവിടേക്ക് നടന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മയിലിനെ കണ്ടു. പക്ഷേ മയിലിന് തീരെയൊന്നുമില്ല. അപ്പോൾ അവന് ജസ്റ്റ് വീഡിയോ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഇവിടെ പോകുമ്പോൾ കാണല്ലേ, അപ്പോൾ വെറുതെ മയിലിന് വീഡിയോ എടുത്ത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തരാം. പിന്നെ ഒരു 5-10 മിനിറ്റേ ഉള്ളൂ കേട്ടോ അവിടേക്ക് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. നല്ല രസമാണ് അത് കാഴ്ച കാണാനൊക്കെ. അടിപൊളി. ഇവിടെ കോഴിക്കോടൊക്കെ പോലെ തന്നെ എന്തായാലും കുറച്ചുകൂടി ഈ ഗ്രാമപ്രദേശം പോലെയൊക്കെയാണ് കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ ഒരാൾക്ക് വരുന്ന ചാർജ് വെച്ചാൽ ഞങ്ങൾ ഈ റെയിൽവേനെ തൊട്ടടുത്ത് നാട്ടിൽ ബസ് സ്റ്റാൻഡിൽ കയറുന്നു. അവിടെ നിന്ന് കയറിയിട്ട് അത്യാവശ്യം 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഒരാൾക്കേറ്റവും 45 അങ്ങനെ എന്തോ ആണ് ഒരാൾക്ക് വരുന്നത് ചാർജ്. ഞങ്ങൾക്ക് ആ മൂകാംബിക എത്തുന്ന വരെ ബസ്സിൽ സീറ്റ് കിട്ടിയിട്ടേ ഇല്ല. നല്ല തിരക്കുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികളുടെ ടൈം ആയതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടോ അമ്പലത്തിന് തൊട്ട് മുമ്പ്. പിന്നെ ഞങ്ങളൊരു കുടജാത്രയിൽ പോകുമായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി ഈ ഡ്രസ്സ് ഇട്ടത്. ഞങ്ങൾ അമ്പലമാണ് നേരെ കാണുന്നത്. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലാണ് ഇത്. ഇതിൻ്റെ അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുഴ എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങി എന്തെങ്കിലും കഴിക്കണമല്ലോ. ഞങ്ങൾ പോയി എത്തുമ്പോൾ ഒരു 7-8 മണി. ഇത് ഞങ്ങൾ റൂമൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ 10-10:30 ഉണ്ടാവും എന്തായാലും. പിന്നെ ഞങ്ങളൊരു മസാലക്ക് ദോശയൊക്കെ കഴിച്ച് നേരെ ജീപ്പ് കയറി. എൻ്റെ അമ്മോ, ജീപ്പ് അടിപൊളി തന്നെ, അടിപൊളി. ഒരു ജീപ്പിൽ കയറുന്നത് 8 ആൾക്കാരാട്ടോ ടോട്ടൽ വേണമെന്നാണ് അവർ പറയുന്നത്. അതാകുമ്പോൾ ഒരാൾ 640 ഞങ്ങൾ കൊടുത്തത് കേട്ടോ. അത് അതിൽ 70 അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കൊടുക്കണം അവർക്ക്. പിന്നെ അടിപൊളി എന്ത് രസം. നമ്മൾ വയനാടൊക്കെ പോയ പോലെ ആ ട്രക്കിങ്ങും ആ ഒരു എന്താ പറയേണ്ടത്, ഇതൊക്കെ പോയി അത് അനുഭവിക്കണം. ഫസ്റ്റ് ഇങ്ങനെ 1-1.5 മണിക്കൂറോളം ഇങ്ങനെ പോകും. ഇതാണ് ഇടയ്ക്ക് പൊലീൻ്റെ ഒക്കെ ചിത്രം കാണിക്കുന്നു കിട്ടും അവിടെ ഉണ്ട് എന്നാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 70 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് 70 രൂപ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡല്ല, അതുവരെ നല്ല ടാറിട്ട റോഡായിരുന്നു. അത് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതോടെ പിന്നെ അങ്ങോട്ട് ടാറിട്ട റോഡല്ല, സാധാ മണ്ണും ചെളിയും ഇതൊക്കെ ആയിട്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. കുണ്ട് ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾക്ക് ആയിരുന്നു കൂടെ ഉള്ളത്, ഞങ്ങൾ 3 ആളും. പിന്നെ വേറെ വരുന്നത് ഇത് വടകരയത്തെ ചേട്ടന്മാർ 5 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഷെയർ ഇട്ട് പോയത്. ഞങ്ങൾ ജമ്മു നല്ല കുലുക്കും ഇതൊക്കെ ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തിയോ എന്നൊക്കെ ചോദിക്കുകയും. പിന്നെ കുറച്ച് മല കയറി അങ്ങോട്ട് നിൽക്കണ്ടോ, ഈ നോക്കി എന്ത് രസം, മഞ്ഞും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തി. ഞങ്ങൾ അവിടെ എത്തുന്ന രാവിലെ 11 മണിക്കെത്തി. ഞങ്ങൾ അവിടെ വണ്ടി കയറിയിട്ട് ഞങ്ങൾ അവിടെ എത്തുന്നത് 1-1:30. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം കേട്ടോ. നമ്മൾ ഈ ഇതില്ലേ എന്തായാലും ആ സ്വാമിജി ഇല്ലായിരുന്നു, നമ്മളെ ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം, അവിടേക്ക് എത്തണമെങ്കിൽ അവിടുന്ന് നമ്മൾ ജീപ്പ് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ കുറച്ചും കൂടി മേലോട്ട് നടക്കണം കേട്ടോ. ഞങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കുറേ നേരം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എത്തിയോ. പിന്നെയുള്ളത് ഞങ്ങളത് ഹോസ്പിറ്റലിൽ ചേട്ടനാണ് ആ മുന്നിൽ പോകുന്നത്, ജിഷ്ണു എന്നാണ് പേര്. പിന്നെ ഞങ്ങൾ അടിപൊളി കേട്ടോ. എന്ത് രസമാണ് ആ കല്ലും മണ്ണും. നല്ല മഴയുണ്ടായിരുന്നു. പനിയൊന്നും പിടിച്ചില്ല എന്തോ ഭയത്തിൽ. ഞാനൊക്കെ നല്ല മഴയത്ത് കുളിച്ച്, പക്ഷെ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. അത് ചിലപ്പോൾ അമ്മയുടെ നല്ല അനുഗ്രഹമായിരിക്കും. കാരണം ഞങ്ങൾ 3 ദിവസം നോൽമ്പൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. എന്തോ ഒരു ഭയത്തിന് നല്ല മഴയൊക്കെ നല്ല ക്ലൈമറ്റായി, പക്ഷേ ഒരു ഇതും ഇല്ലാണ്ട് കഴിച്ചിലായി ഞങ്ങൾ വന്ന്. ജിഷ്ണുവേട്ടൻ ഞങ്ങൾ 3 ആളാണ്, വേറെ ചെക്കനും കൂടി കിട്ടും. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ പോയെന്നുള്ളൂ, വേറെ ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഫുൾ കാട്, എന്ത് രസം കളിക്കാൻ അവിടെ കണ്ടിട്ട് തിരിച്ച് വരാം. ഞാൻ അവിടെ തന്നെ നിന്നാലോ എന്ന് ആലോചിച്ച്. അത്രയ്ക്ക് നമുക്ക് കുറച്ച് ഉള്ളിൽ കുറച്ച് ഇതൊക്കെ വരും. പിന്നെ കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബ് ചാനലൊക്കെ എത്രയോ ആയി. ഒന്നാമത് മടി കാരണം. പിന്നെ വെറുതെ എന്തായാലും അങ്ങോട്ട് പോവല്ലേ, അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും നമുക്ക് കണ്ടൻ്റായിട്ട് ഇത് കിട്ടുമല്ലോ, അതുകൊണ്ട് വയ്ക്കാം.
പിന്നെ ഇതങ്ങനെ നടന്നുകൊണ്ട് എന്ത് രസമെന്ന് പറയാം. അപ്പോഴത്തേക്ക് ഒരു നല്ല തണുപ്പ്. ഞാൻ ആദ്യം വണ്ടി കയറി ജീപ്പിൽ നിന്നപ്പോൾ കുറേ ഇങ്ങനെ ലോങ്ങ് പോയപ്പോൾ വെച്ച് പിന്നെ തണുപ്പില്ല. അതുകൊണ്ട് മഞ്ഞൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ കണ്ടപ്പോൾ മഞ്ഞൊക്കെ കണ്ടപ്പോൾ തണുപ്പൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ അങ്ങോട്ട് മേലോട്ട് നമ്മൾ മഴ നനഞ്ഞ് കയറിയല്ലോ, പിന്നെ ഫുള്ള് തണുത്ത് വിറയ്ക്കായിരുന്നു. നല്ല തണുപ്പ് പറഞ്ഞു നല്ലത്. പിന്നെ ഞാൻ ഇറങ്ങി തിരിച്ച് വരുമ്പോൾ നല്ല മഴയത്തിൽ മുങ്ങി കുളിച്ചിട്ടാട്ടോ വന്ന്. കുട എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വേറൊരാളും ഞങ്ങൾ 3 ആളുള്ളത്. അപ്പോൾ അതിൽ 2 ആൾ കുട എടുത്തു, ഞാൻ മാത്രം കുട എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞു. പിന്നെ ഞാൻ വെച്ച് കുട എടുത്താൽ മതിയത്. കുട എടുക്കാൻ മടിയുള്ള കാരണം കൊണ്ട് മാത്രം ഞാൻ എടുത്താണ്ട് വെച്ച്. പിന്നെ ഓല അങ്ങോട്ട് മേലോട്ട് പോയി. ഓലൊക്കെ ഞാൻ കുറേ ബാക്കിലാട്ടോ നടന്നത്. കാരണം എനിക്ക് വലിയ കയറ്റം കയറാൻ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ പതിയെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വന്നോളാം വെച്ചു. പിന്നെ ഇതാ നമ്മളാ ഇതിൽ കണ്ടില്ലേ, അരവിന്ദൻ്റെ അതിഥികൾ സിനിമയിൽ അവർ കയറി വരുന്നത് അതാണ് സർവജ്ഞപീഠം. എന്ത് രസമാണ് ഇതെല്ലാം. കോട മഞ്ഞൊക്കെ ആയിട്ട് അവിടെ നല്ല തണുപ്പ്. ഇതാ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നിട്ടോ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന്. പിന്നെ ഞങ്ങൾക്ക് 2:30ക്കാണ് താഴത്ത് ജീപ്പ് കാത്തത്. 2:30 ആകുമ്പോൾ ജീപ്പ് അയാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തായാലും വരണം, 2:30 ആകുമ്പോൾ എത്തണം. 2:30 തിരിച്ചാലേ ഞങ്ങളെൻ്റെ 5 മണിയൊക്കെ ആക്കി തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. ഇത് രസമെന്ന് പറയും. എന്നിട്ട് അവിടെ കാണാൻ നല്ല മഞ്ഞ്. പിന്നെ ഞാൻ ഓടി എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ, അത് എനിക്കെന്താണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ വോയിസ് കൊടുക്കാമെന്ന് വെച്ചു. അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങോട്ട് കളാന്നൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, മനസ്സിലാവില്ല. പിന്നെ അവിടുന്ന് ചന്ദനമൊക്കെ തൊട്ടിട്ട് അവിടെ എന്തോ ഒരു മഞ്ഞക്കുറി അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൊട്ട് ഇതാക്കി. അതാണ് ഞാൻ പറയുന്നത്, അതാ തോന്നുന്നു പറഞ്ഞത്. പിന്നെ പോണ വഴിക്ക് എന്തോ ഒരു തടാകമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ തടാകം എന്ന് പറയുന്നത് ചെറിയൊരു കുളം പോലത്തെ. അതിന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച്. ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ മേലോട്ട് പോകണമെങ്കിൽ നമ്മളെ കയ്യിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും പാടില്ല. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റേ ബിസ്ക്കറ്റിൻ്റെ കവർ അതൊന്നും നമ്മൾക്ക് പാടില്ല. അതുമ്പോൾ സ്നാക്സ് ആക്കി ബോട്ടിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാം. പക്ഷേ പ്ലാസ്റ്റിക് അങ്ങോട്ട് കയറ്റില്ല. കൊണ്ടുപോയാൽ നമ്മളെ ചെക്ക് പോസ്റ്റിൽ വെക്കണം എന്നിട്ട്. ഇതാട്ടെ ഞങ്ങൾ പോയ മഹീന്ദ്ര ജീപ്പ്. എന്ത് രസമാണെന്ന് പറയും അതിൽ പോവാൻ. പിന്നെ ഞങ്ങളത് 5-5:30 ആകുമ്പോൾ പിന്നെ അന്ന് വിശന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടോ, വെജ് ഫ്രൈഡ് റൈസ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. അവിടുന്ന് നമ്മൾ ഈ ഇതൊക്കെ താമരൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഒരു പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ ദേവിക്ക് ചാർത്തൂലേ, അത് കൊടുത്തു. പിന്നെ 3 ആൾ ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ട്. മോഹിനിയാട്ടമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് കണ്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഭരതനാട്യം കണ്ട്. ഏത് സ്കൂളാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ കുട്ടികളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അരങ്ങേറ്റമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലും കളിക്കുകയാണോന്ന് അറിയില്ല. പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് സമയം പോയി. ഇവിടെ ഒരു കഷായം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് കുറേ നേരം ടൈം കളയണമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം വരി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നു. പിന്നെ എന്താ ശിവോതി എന്താ ശ്രീവേലി അങ്ങനത്തെ വേണം എനിക്കറിയില്ല ശരിക്കും എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഇതിവിടെ വലം വെക്കൂലേ ദേവി, അതാട്ടോ. അതും ഞങ്ങൾക്ക് കാണാൻ നല്ല ഭാഗ്യം കിട്ടി. പിന്നെ ഞങ്ങളെ ട്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും 3 മണിക്കായിരുന്നു ട്രെയിൻ, പുലർച്ചെ 3 മണിക്ക് 9 രാവിലെ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ വന്ന ട്രെയിൻ നല്ല ലേറ്റ്. ഞങ്ങൾക്ക് 6 മണിക്കാണ് അന്ന് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, അന്നദാനം. ചോറും കറിയും പിന്നെ എന്തൊരു കടകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണെന്ന് അറിയുന്നത്, ഭയങ്കര കുറച്ചാണെങ്കിലും നല്ല ടേസ്റ്റ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഫുഡ്. പിന്നെ ഞങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നടന്ന്. പിന്നെ റൂമിലേക്ക് കയറാൻ സമയമായി. എന്തായാലും റൂമിലേക്ക് കയറണം. പിന്നെ ഒക്കെ ഇറങ്ങി. ഞങ്ങൾ 6 മണിക്കാട്ടോ ട്രെയിനിൽ. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഉറക്കം വന്നിട്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട്